ഒരാൾക്ക് അവിടെ പിന്നെ എവിടെ പോയി വീട് വയ്ക്കും? ആയിരക്കണക്കിന് ആളുകളുണ്ട് ഇതിൻ്റെ അകത്ത്. ൊന്നും എതിരായിട്ടുള്ള സമീപനമല്ല ഞാനിവിടെ സംസാരിച്ചത്. 10 സെന്റിൽ ഭൂമി വെക്കുന്നതിനെ കുറിച്ചുള്ള തടസ്സത്തെക്കുറിച്ചും ബാധകമല്ല. അവിടെയാണല്ലോ പട്ടയം കൊടുക്കാൻ തീരുമാനിച്ചത് 10,000-കണക്കിന് കുടുംബങ്ങൾക്ക്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ എന്താണ് ഉണ്ടായത്? ഡാം സേഫ്റ്റി ആക്ട് നിലവിൽ വന്നപ്പോൾ നിലവിലുണ്ടായിരുന്ന സബ്ജക്റ്റ് ഇല്ലാതെ പോയി. അപ്പോൾ ഒരു ഗ്യാപ്പ് നിന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു നോംസ് വേണം. ഇപ്പോൾ PWD റോഡാണെന്നിരിക്കട്ടെ, PWD റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം പട്ടയഭൂമിയാണെങ്കിലും കെട്ടിട നിർമ്മാണത്തിൻ്റെ പെർമിറ്റ് കൊടുക്കുമ്പോൾ ആ PWD നോംസിൻ്റെ NOCക്ക് അടിസ്ഥാനത്തിലല്ലേ കൊടുക്കാൻ പറ്റൂ. എന്തെങ്കിലും ഒരു കണ്ടീഷൻ വേണമല്ലോ. അത് നമുക്ക് പറയട്ടെ, അത് എന്തെങ്കിലും നമുക്ക് ആലോചിക്കാം. അതിനെക്കുറിച്ച് തർക്കമില്ല. പിന്നെ കേരളത്തിലെ എല്ലാ ഡാമുകളും ഒരേ സ്ഥിതിയിലല്ലല്ലോ. പാരിസ്ഥിതികമായ പ്രശ്നങ്ങളും വിഷയങ്ങളും പല വിധത്തിൽ ബാധിക്കും. അതുകൊണ്ട് പൊതുവായി ഈ 26-ൽ ഇറക്കിയിരിക്കുന്ന ഉത്തരവ് സാക്ഷി ചെയ്യുന്നു. എന്താണ് വേണ്ടത്? ജനങ്ങൾക്ക് ആശയക്കുഴപ്പം ആശങ്കയില്ലാതെ ചെയ്യുന്നതിന് ഈ ജസ്റ്റിസ് രാമേന്ദ്രൻ നായരെ വെച്ച് അതിൻ്റെ പേരിലാണ് ആക്ട് പോയപ്പോൾ നമുക്ക് മറ്റൊന്നില്ല. അപ്പം അതിനൊരു കൺസേൺ വേണമല്ലോ എന്തെങ്കിലും. അങ്ങനെ ഒരു നിലയില്ലാതെ ഇന്ന് ഒരിടത്തും നിർമ്മാണം നടക്കുന്നില്ലല്ലോ. ഇതിനോട് ഒരു വിയോജിപ്പും ഇല്ല. ഗവൺമെന്റ് തത്വത്തെ നിങ്ങൾ പറഞ്ഞ കാര്യത്തോട് യോജിക്കുക മാത്രമാണ് ചെയ്തത്. ഒരാശയവും കുഴപ്പം ഉണ്ടായ സ്ഥിതിയിൽ അത് പരിശോധിക്കാനും തീരുമാനമെടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇത് വളരെ നമ്മളൊരു കൺഫ്യൂഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഒന്ന്, ഞങ്ങളിവിടെ ഉന്നയിച്ച ആവശ്യം 100% ശരിയാണ് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ഗവൺമെന്റും സമ്മതിച്ചു. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ബിൽഡിംഗ് റൂൾസ് അവിടെ ആപ്ലിക്കബിൾ അല്ലേ? PWD റോഡിന്റെ സൈഡിൽ ഡാമിന്റെ അടുത്താണെങ്കിലും പണിയാൻ പറ്റുമോ? ആ റൂളൊക്കെ എല്ലായിടത്തും ബാധകമാണ്. ഈ ഡാമിന്റെ പരിസരത്ത് വീട് വയ്ക്കുമ്പോൾ ബിൽഡിംഗ് റൂൾസ് ആപ്ലിക്കബിൾ ആണ്. PWD റോഡിന്റെ അടുത്ത് വീട് വയ്ക്കുന്നതൊക്കെ ആപ്ലിക്കബിൾ ആണ്. അതിന്റെ മീതെ നിലവിലുള്ള ബിൽഡിംഗ് റൂൾസിന്റെയും നിലവിലുള്ള PWD റൂളിന്റെയും ഒക്കെ തലയ്ക്ക് മീതെയാണ് പുതിയ ഈ ഓർഡർ വന്നിരിക്കുന്നത്. ഇപ്പൊ യഥാർത്ഥത്തിൽ ഇത് നടപ്പാക്കി ഇരിട്ടി ടൗൺ വരെ റെസ്ട്രിക്ഷൻ വരും. ഇരിട്ടി ടൗൺ വരെ ഇതനുസരിച്ച് ഇപ്പോൾ ഉള്ള പ്രോബ്ലം, ഇങ്ങനെ ഒരു ഓർഡർ നിലനിൽക്കുമ്പോൾ, ഞാൻ എൻ്റെ ഒരു പ്രായോഗിക കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കും. ഈ ഓർഡർ നിലനിൽക്കുമ്പോൾ ഇത് ഉദ്യോഗസ്ഥന്മാര് ദുർവ്യാഖ്യാനം ചെയ്യാണ്. ഓരോ ഉറപ്പ് വന്നാൽ മതി, ഈ ഓർഡർ പിൻവലിക്കും എന്നൊരു ഉറപ്പ് വന്നാൽ മതി. അല്ലേ? പറഞ്ഞില്ല പറഞ്ഞാൽ മതി അല്ലേ? 12-24 ഇറക്കിയ ഉത്തരവ് ആശങ്കകളും ആശയക്കുഴപ്പവും സൃഷ്ടിക്കുന്നതാണെന്ന് ബോധ്യം വന്ന സ്ഥിതിയിൽ ആ ഉത്തരവ് നടപ്പാക്കിയാല. അതിനനുയോജ്യമായ കാര്യങ്ങൾ കൂടിയാലോചിച്ച് ചെയ്യാം. ഇത് രണ്ടും നേരത്തെ പറഞ്ഞതാണ്. സാർ നേരത്തെ പറഞ്ഞില്ല, നേരത്തെ അത് പരിഷ്കരിക്കുമെന്ന് പറഞ്ഞത്. ആ ഉത്തരവ് പിൻവലിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞുള്ളൂ. അത് നടപ്പാക്കില്ലെന്ന്. ഉത്തരവ് പിൻവലിക്കണം. ആ ഉത്തരവ് നിലനിന്ന് കഴിഞ്ഞാൽ നമ്മൾ നടപ്പാക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഡർ ഗവൺമെന്റ് ഇഷ്യൂ ഉത്തരവ് പിൻവലിക്കുമെന്ന് പറഞ്ഞാൽ നടക്കാൻ പറ്റൂ.